എറണാകുളം മൂവാറ്റുപുഴയിൽ MDMA-യുമായി സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ. പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷ്യറായ ബാവ പി ഇബ്രാഹിമാണ് എക്സൈസിന്റെ വലയിലായത്. ബാവയുടെ കയ്യിൽ നിന്ന് MDMA-യും MDMA വിറ്റ് കിട്ടിയ പണവും എക്സൈസ് കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന്റെ കൃത്യമായ ഇടപെടൽ അതാണ് ബാവ പി ഇബ്രാഹിമിനെ കെണിയിലാക്കിയത്. വ്യത്യസ്ത രീതിയിലായിരുന്നു ബാവയുടെ ലഹരി വിൽപ്പന. ഉപയോഗിച്ച സ്ട്രോ കഷ്ണങ്ങളായി മുറിച്ച് അതിൽ MDMA നിറയ്ക്കും. ശേഷം ആവശ്യക്കാരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങും. ഇത് കഴിഞ്ഞ് പ്രത്യേക സ്ഥലത്ത് ലഹരി വസ്തു നിക്ഷേപിക്കുകയും ഈ സ്ഥലത്തിന്റെ ഫോട്ടോ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇയാളുടെ ഒരു രീതി. മറ്റൊന്ന്, മിഠായി പേപ്പറുകളിൽ MDMA പൊതിഞ്ഞ് അതും ആളൊഴിഞ്ഞ പ്രദേശത്ത് നിക്ഷേപിക്കും. ഇതിന്റെയും ഫോട്ടോ ആവശ്യക്കാർക്ക് അയച്ചു നൽകും. 1/2 ഗ്രാം MDMA-ക്ക് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇയാൾ ഈടാക്കിയിരുന്നത്. ബാവ പി ഇബ്രാഹിമിന് MDMA എത്തിച്ചു നൽകുന്ന ആലുവ സ്വദേശിയായ കച്ചവടക്കാരനെ കുറിച്ചുള്ള വിവരം എക്സൈസ് സംഘം ശേഖരിച്ചു വരികയാണ്. ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള എക്സൈസ് സംഘത്തിന്റെ പ്രത്യേക പരിശോധനയിലാണ് ബാവ വലയിലായത്. വർഷങ്ങളെക്കാൾ വലിയ എണ്ണം കേസുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുകയും അതിനെതിരെയുള്ള ആളുകളുടെ ജാഗ്രത കൂടുതലായിട്ട് കൊണ്ടുപോയി വിമുക്തി പ്രവർത്തനങ്ങളുടെ മറ്റു ആളുകളുടെ ജാഗ്രത കൊണ്ടുപോയിട്ടുള്ളതും അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പരമാവധി ഇൻഫർമേഷനുകൾ വർക്കൗട്ട് ചെയ്ത് മയക്കുമരുന്ന് ശൃംഖലയെ പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയാണ് എക്സൈസ് ഓഫീസ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 2.8 ഗ്രാം MDMA-യും ലഹരി വിറ്റ പണവും എക്സൈസ് കണ്ടെത്തി. കൂടാതെ വിൽപ്പന നടത്താൻ പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷ്യറായ ഇബ്രാഹിം പി ബാവയിൽ നിന്ന് 2025 ജനുവരി മാസത്തിലും MDMA പിടികൂടിയിരുന്നു. അന്നത്തെ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ജാമ്യം ലഭിച്ച ശേഷമാണ് ഇയാളിപ്പോൾ വീണ്ടും MDMA വിൽപ്പനയുമായി രംഗത്തുള്ളത്. അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.